ഹായ്, ഇത് നമ്മുടെ MC റോഡാണ് കേട്ടോ. MC റോഡ് കൂത്താട്ടുകുളം ഹരിദ്വാർ റെസ്റ്റോറൻ്റാണ്. ഞങ്ങൾ മിക്കവാറും ഇതിൽ പാസ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്. അതിന് മെയിൻ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തൊട്ടടുത്ത് തന്നെ ഇവിടെ ഒരു ചാർജിങ് സ്റ്റേഷനുണ്ട്. അപ്പോൾ ഇന്നലെ എന്ന് പറയുമ്പോൾ 2/8/26 അറിയാലോ, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്ന് 3-ാം തീയതിയാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. ഇന്നും നല്ല മഴ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ ഇപ്പോൾ എടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇന്നലെ ഞാൻ ഭക്ഷണം കഴിക്കാൻ ചെന്ന സമയത്ത് ഈ ഹോട്ടലിൻ്റെ ഒരു സൈഡ് ഇടിഞ്ഞ് ചാടിയിട്ടുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾ ഈ കാണുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ, ആ താഴത്ത് കിടക്കണ അതേപോലത്തെ പ്രദേശമായിരുന്നു. അപ്പോൾ ഈ ഹോട്ടലിൻ്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഇത്രയും ഹൈറ്റിൽ കരിങ്കല്ലിൽ റീറ്റെയിൻ വാൾ ചെയ്തിട്ട് ബെൽറ്റൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടാണ് ഈ ഒരു ഫ്രണ്ടിലെ പാർക്കിംഗ് ഏരിയയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നത്. അപ്പം നമ്മൾ ഈ ഒരു കോൺക്രീറ്റ് കൺസ്ട്രക്ഷൻ്റെ മേഖലയിൽ മാത്രമായിട്ട് നിൽക്കുന്ന സമയത്ത് ഇങ്ങനത്തെ എന്ത് കാണുമ്പോഴും എനിക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. കാരണം ഇപ്പം ഞാനാണ് ഇങ്ങനത്തെ ഒരു പ്ലോട്ട് ഫില്ല് ചെയ്തിട്ട് ഇതേപോലത്തെ ഒരു ബിൽഡിംഗ് പണിയണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും ആ ക്ലയൻറ്റിനോട് ഇതുപോലത്തെ ഒരു റീറ്റെയിൻ വാൾ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. ചിലപ്പോൾ ഇത് പണിത എൻജിനീയേഴ്സോ അല്ലെങ്കിൽ ആർക്കിടെക്റ്റും സജസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല. ഇവരൊക്കെ ഈ ഒരു രീതിയിലേക്ക് മാറുന്നത് ഈ പ്രൈസ്, അതായത് ലോ ബഡ്ജറ്റിൽ ചെയ്യാം എന്നുള്ള ഒറ്റ കൺസെപ്റ്റിൽ മാത്രമാണ് എല്ലാ ആൾക്കാരും ഈ ഒരു രീതിയിലേക്ക് മാറുന്നത്. കരിങ്കല്ലിൽ മതിലൊക്കെ കെട്ടാം, ഒരു 4 അടി 5 അടി ഹൈറ്റിൽ മതിൽ കെട്ടണേണ്ട കുഴപ്പമില്ല. പക്ഷേ കരിങ്കല്ലിൽ മതിൽ കെട്ടിയിട്ട് അതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ മണ്ണ് ഫില്ലിങ് ചെയ്തിട്ട് അതുമ്പോൾ ലോഡ് കൊടുക്കാനാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ഉറപ്പിച്ചോളൂ, നിങ്ങളെ വീട്ടിലും ഇതെല്ലാം സംഭവിക്കും. അല്ലെങ്കിൽ നിങ്ങൾ കെട്ടാൻ പോണ ബിൽഡിങ്ങിലും ഇത് 100% ഉറപ്പായിട്ട് ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കും. ആ കരിങ്കല്ലിൽ റീറ്റെയിൻ വാൾ കെട്ടിയതിൻ്റെ തൊട്ടടുത്ത്, അതായത് ഇപ്പോൾ ഇടിഞ്ഞ് പോരാത്ത സ്ഥലത്തുണ്ടല്ലോ, അത് ഈ കെട്ടട അടിയിൽ കാണുന്നത്, ഇതൊരു കോൺക്രീറ്റിൻ്റെ ഒരു ടാങ്കാണ്. അതായത് ഈ ഒരു കോൺക്രീറ്റിൻ്റെ ടാങ്കിൻ്റെ ഈ ഒരു ഭിത്തി ഉണ്ടാവുകൊണ്ടാണ് ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ഫ്ലോർ കൂടി ഇങ്ങോട്ട് ഇടിഞ്ഞ് വീഴാണ്ടിരിക്കണത് കേട്ടോ. ഈ കരിങ്കല്ലിൽ ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കരിങ്കല്ലിൽ ചെയ്യണ സമയത്ത് ഈ കെട്ടിൻ്റെ ഉള്ളിൽ ഒരുപാട് ഗ്യാപ്പുകൾ ഉണ്ടായിരിക്കും. ഇതേപോലെ കോൺക്രീറ്റിൽ ചെയ്യണ പോലെ ഫുള്ളി എയർ ടൈറ്റ് ആയിരിക്കില്ല. അങ്ങനെ ഗ്യാപ്പുകൾ ഉണ്ടാവുന്ന സമയത്ത് നല്ല മണ്ണ് ഒരുപാട് മഴ പെയ്ത് ഇത് ലൂസ് ആവുന്ന സമയത്ത് ആ മണ്ണെല്ലാം ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങും. അത് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓവർലോഡ് കാരണമാണ്, ഈ പ്രഷർ കാരണമാണ് ഇതെല്ലാം തള്ളണത്. ഈ ഇതിൻ്റെ മുകളിലൊരു ബെൽറ്റ് കൂടി ഉണ്ടായിരുന്നു. ആ ബെൽറ്റാണ് ഇപ്പോൾ അവിടെ ഒരു സ്ലാബ് പോലെ വീണ് കിടക്കുന്നത് നിങ്ങൾ കാണുന്നത്. ഇതിപ്പോൾ ഞാൻ ഈ വീഡിയോ എടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ കൂത്താട്ടുകുളത്ത് നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ നേരെ പോകാൻ പോണത് എൻ്റെ സൈറ്റായ പിറവം സൈറ്റിലേക്കാണ്. അപ്പോൾ ആ പിറവം സൈറ്റിലെ ബേസ്മെൻറ്റ് തുടങ്ങിയ സമയത്ത് ഇതേപോലത്തെ ഒരു പ്രതിസന്ധിയാണ് അവിടെ വന്നിരുന്നത്. അതായത് പകുതി ലാൻഡ് മുകളിലും പകുതി ലാൻഡ് താഴെയായിട്ടാണ് ഉണ്ടായിരുന്നത്. ഇത് നെച്ചൂർ പുഴയാണ് കേട്ടോ. അതായത് പിറവത്ത് എൻ്റെ സൈറ്റുള്ളത് നെച്ചൂർ സ്കൂളിനോട് തൊട്ടടുത്തായിട്ടാണ്. അപ്പോൾ ഈ ഒരു പുഴയിൽ നിന്ന് ഏകദേശം ഒരു 100 മീറ്ററൊക്കെ ഉള്ളൂ എൻ്റെ സൈറ്റിലേക്കുള്ളത്. ഈ ഒരു പുഴയ്ക്ക് അത്യാവശ്യം ആഴമുള്ള കാരണത്താൽ ഇതിൻ്റെ 2 കരയിലേക്കും ഈ ഒരു ഭാഗങ്ങളിൽ ഇതുവരെ വെള്ളം കവിഞ്ഞിട്ടില്ല കേട്ടോ. അതൊന്നും തന്നെ നമ്മൾ എന്ത് മനസ്സിലാക്കണം, പുഴയ്ക്ക് അത്യാവശ്യം ആഴമുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരുവിധം വെള്ളമൊക്കെ സ്വാഭാവിക രീതിയിൽ തന്നെ ഒഴിഞ്ഞു പോകുന്നുള്ളത് അതൊന്നും നമ്മൾ മനസ്സിലാക്കണം. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, ഈ ഒരു മഴക്കാലം കഴിയുന്ന സമയത്ത് പുഴകളിൽ വന്നടിയണ മണലുകളൊക്കെ ഈ ഒരു കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് എടുക്കാനുള്ളൊരു പെർമിഷൻ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായാൽ അടുത്ത വർഷങ്ങളിലേലും ഇതുപോലത്തെ ദുരിതങ്ങൾ മനുഷ്യന് ഇല്ലാണ്ട് ആക്കാൻ ഒരുപാട് ഉപകാരപ്പെടും. ഇപ്പോൾ പെയ്യണ മഴയ്ക്ക് ഒരുപാട് ആൾക്കാർക്ക് നാശനഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരുപാട് ടൗണിൽ വെള്ളം കയറുന്ന സമയത്തും അത് പ്രകൃതിക്ഷോഭമാണെന്ന് പറയുന്ന പരിസ്ഥിതി പ്രവർത്തകരോട് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം, ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കും സങ്കടമല്ലേ? പുഴയിലത്തെ മണൽ വരുമ്പോൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് സങ്കടം. പിന്നെ അഭിപ്രായത്തിന് മലയാളികൾക്കൊരു പഞ്ഞമല്ല. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, അമ്മയെ തല്ലിക്കഴിഞ്ഞാൽ 2 അഭിപ്രായം പറയുന്ന ആൾക്കാരുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. പുഴയിലെ മണലെടുത്തു കഴിഞ്ഞാൽ പരിസ്ഥിതി പ്രവർത്തകർക്ക് വളരെയധികം സങ്കടമാവും. പക്ഷേ ഇങ്ങനെ മഴ പെയ്ത് പുഴ കവിഞ്ഞൊഴുകി അടുത്തുള്ളവൻ്റെ വീടും പാർപ്പിടമൊക്കെ നഷ്ടപ്പെടുമ്പോഴും മരണപ്പെടുമ്പോഴൊന്നും ഇവരൊന്നും സങ്കടപ്പെടില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം TV-യിലും ന്യൂസിലൊക്കെ കാണാൻ നല്ല രസമാണ്. അവനവൻ അനുഭവിക്കുമ്പോഴാണ് അതിൻ്റെ വിഷമം. ആരായിക്കഴിഞ്ഞാൽ ഇനി ഒരു പരിസ്ഥിതി പ്രവർത്തകൻ്റെ വീട്ടിൽ വെള്ളം കയറുന്ന സമയത്തേ ഉള്ളൂ അവർക്കും അതിൻ്റെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാവുക. ഈ മണലെടുക്കുന്നതിന് പകരം എല്ലാ പാറകളും പൊട്ടിച്ച് അതിൽ നിന്ന് എംസാൻഡ് ഉണ്ടാക്കി അതിൽ നിന്ന് മെറ്റൽ ഉണ്ടാക്കിയിട്ടാണ് ഇപ്പോൾ എല്ലാ കൺസ്ട്രക്ഷനും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഒരു തരത്തിൽ നമ്മൾ പരിസ്ഥിതിയെ നോവിച്ചിട്ട് തന്നെയാണ് ഈ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. നാച്ചുറലായി കിട്ടുന്ന സാധനം അവിടെ നിലനിർത്തി വെള്ളപ്പൊക്കം ഉണ്ടാക്കിയതിന് ശേഷം വീണ്ടും പരിസ്ഥിതിയെ ദ്രോഹിച്ചിട്ട് ഒരുപാട് ബിൽഡിങ്ങുകൾ ഇതിപ്പോഴും നമ്മൾ പണിതുകൊണ്ടിരിക്കണം. ഇപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ കണ്ട അതേ ഒരു സാഹചര്യമാണ് ഈ ഒരു വീടിൻ്റെ ബേസ്മെൻറ്റ് ചെയ്യണ സമയത്തും ഞാനും ഫേസ് ചെയ്തത്. കാരണം ഈ ഒരു സൈഡിൽ അത്യാവശ്യം നല്ല ഡെപ്താണ് പ്ലോട്ട്, ഓപ്പോസിറ്റ് സൈഡിൽ സെയിം ഫ്ലോർ ലെവലായിരുന്നു. അതും കൂടാണ്ട് ഇതിൻ്റെ 1 സൈഡിൽ ഒരു
കിണർ എന്ന് വേണമെങ്കിൽ പറയാം. അത്രയും ഡെപ്തിൽ ഒരു കുഴി ഉണ്ടായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ പില്ലർ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ ഇതുപോലെ കോൺക്രീറ്റിലല്ലാതെ കരിങ്കല്ല് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ വീടും ഭാവിയിൽ നേരത്തെ നിങ്ങൾ കണ്ട അതേ സ്ഥിതിയിലേക്കാണ് പോവുക. ഇതുകൊണ്ടാണ് ഞാൻ മുന്നേ പറഞ്ഞത്, ഞാനാണ് ആ ബിൽഡിങ് പണിതെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഞാൻ അങ്ങനത്തെ കാര്യങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യില്ല എന്നുള്ളത് ഞാൻ പറയാനുള്ള കാരണം ഇതും ഇപ്പോൾ ഈ ഒരു ക്ലയൻറ്റിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു സൈഡിൽ ഫുള്ള് കരിങ്കല്ല് റീറ്റെയിൻ വാൾ കെട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ മേടിച്ച എമൗണ്ടിനേക്കാളും ഒരുപാട് പൈസ കമ്മിയായിട്ടാവും ആൾക്കും ചെയ്യാൻ സാധിക്കുക. പക്ഷേ അതൊരു ആ റീറ്റെയിൻ വാളിന് മാത്രമേ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആവുള്ളൂ. പിന്നെ ഇതിൻ്റെ മുകളിൽ നിങ്ങൾ വെക്കാൻ പോണ 2 നില വീടിന് ലക്ഷക്കണക്കിന് രൂപ നിങ്ങൾ ചിലവാക്കുന്നുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കാതിരിക്കുകയോ ചെയ്യാം. പക്ഷേ സംഭവിച്ചു കഴിഞ്ഞാൽ, അതുപോലെ ഒന്ന് ഇടിഞ്ഞു പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നശിക്കാൻ പോണത് ആ മതിൽ മാത്രമല്ല, അതായത് വീടിൻ്റെ തറ മാത്രമല്ല, അതിൻ്റെ മുകളിൽ പണിയണ 2 നില വീടിനെയും അത് ബാധിക്കും. അതുകൊണ്ടാണ് അങ്ങനത്തെ കാര്യങ്ങളിൽ നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയണത്. ഓരോ ബിൽഡിങ് പണിയുമ്പോഴും നമ്മൾ ആ ലാൻഡിനനുസരിച്ചിട്ട് അതിൻ്റെ മെത്തേഡിൽ വേണം പണിയാനായിട്ട്. ഒരു ഉദാഹരണം പറയുകയാണെന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് എല്ലാവർക്കും സൂക്കേടുകൾ വരാറുണ്ട്. നമ്മൾക്ക് ഏതൊരു സൂക്കേട് വന്നു കഴിഞ്ഞാലും നമ്മൾ അതിൻ്റെ സ്പെഷ്യലിസ്റ്റിനെ പോയിട്ടല്ലേ കാണുക. പനി വന്നാൽ പനിയുടെ ഡോക്ടറും, അതല്ല എല്ല് പൊട്ടിയണമെന്നുണ്ടെങ്കിൽ ഓർത്തോനെയും കൊണ്ടേ കാണിക്കണം എന്നുള്ളതിനൊക്കെ മലയാളിക്ക് നല്ല ബുദ്ധിയുണ്ട്. എന്നാൽ നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഇതേ മലയാളി വീട് പണി തുടങ്ങുന്ന സമയത്ത് ഏറ്റവും ചീപ്പായിട്ട്, അതായത് പൈസ കുറഞ്ഞിട്ട് ആര് വീട് പണിയും എന്നുള്ളതാണ് അവർ സെർച്ച് ചെയ്യുക. അതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, മലയാളിക്ക്, അതായത് ഇപ്പോൾ നമ്മളൊക്കെ ഒരാൾ വിളിക്കുമ്പോൾ ഇത് കോൺക്രീറ്റ് സ്ട്രക്ചറാണ്, കുറച്ച് റേറ്റ് കൂടുതലാണെന്ന് അവർക്ക് തോന്നുമ്പോൾ അവരൊരു പുച്ഛഭാവമുണ്ട്. നിങ്ങളിത് ഭയങ്കര റേറ്റ് കൂടുതലാണല്ലോ, ഇതിലും കുറഞ്ഞിട്ട് ഇവിടെ ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ളൊരു മനോഭാവം. അത് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് ഉണ്ടാവുന്ന ഒരു പ്രത്യേക ഒരു മനസ്സുഖമുണ്ട്. അതിന് വേറൊരു ഫീലാണ്. ആ മനസ്സുഖം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ഈ വിളിച്ച ആൾക്ക് ഇതിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇല്ലല്ലോ എന്ന് ആലോചിച്ചിട്ടുള്ള മനസ്സുഖമാണ് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു പ്രത്യേക ഫീൽ എന്ന്. അതായത് ഒരേ റോ മെറ്റീരിയൽ ഉപയോഗിച്ച് കൊണ്ടുണ്ടാക്കുന്ന 2 പ്രൊഡക്റ്റ്, അതിലൊന്നാണ് സോളിഡ് ബ്രിക്സ്. അത് വെച്ചിട്ടാണ് നേരത്തെ പറഞ്ഞ മലയാളി റേറ്റ് കുറഞ്ഞിട്ട് ആൾക്കാർ ചെയ്യുന്നുണ്ടല്ലോ എന്ന് പറയണത്. അടുത്ത പ്രൊഡക്റ്റ് അതേ മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് നമ്മൾ ചെയ്യണ കോൺക്രീറ്റ്. ആ മെറ്റീരിയൽ മാത്രമല്ല, അതിൻ്റെ ഉള്ളിൽ കമ്പി കൂടിയിട്ടിട്ട് വാർക്കണ സമയത്ത് ആ മെറ്റീരിയലിനേക്കാളും ഇരട്ടി ബലം ഇതിനായിരിക്കും എന്നുള്ളത് ഇവർക്കും അറിയാം. കാരണം ആ മെറ്റീരിയൽ ഇവർ ചുമര് ചെയ്ത് കഴിഞ്ഞാലും സ്ലാബ് ചെയ്യണത് ഈ രീതിയിലാണ്. അപ്പോൾ നമ്മുടെ റേറ്റിനനുസരിച്ചിട്ടുള്ള സുരക്ഷിതത്വം ക്വാളിറ്റിയും ഉണ്ടെന്ന് മനസ്സിലാക്കിയ ഇതുപോലത്തെ ആൾക്കാർക്ക് മാത്രമാണ് നമ്മൾക്ക് വീട് പണിത് കൊടുക്കാൻ സന്തോഷം. പൈസ കുറയണം എന്നുള്ള ആൾക്കാർ കോൺക്രീറ്റ് ബേസ്മെൻറ്റിന് പകരം നേരത്തെ കണ്ട പോലെ കരിങ്കല്ലിൽ ബേസ്മെൻറ്റ് ഇടാം. അതുപോലെ തന്നെ കോൺക്രീറ്റ് ചുമരിന് പകരം ഇതേ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ട് കിട്ടുന്ന സോളിഡ് ബ്രിക്സ് കൊണ്ടും കെട്ടാം.